ഹലോ, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗീതുവും ഗോവിന്ദും കൂടെ ഭക്ഷണം കഴിക്കാൻ വന്ന സമയത്ത് ഗീതു ഇങ്ങനെ ഒന്നും സംസാരിക്കാതെ ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എപ്പോഴും വളവള സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നീ എന്തിങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ ഗീതു ഒരു പതറിക്കൊണ്ട് പറയുകയാണ്, ഞാനിങ്ങനെ ഓരോന്ന് മനസ്സിലിങ്ങനെ അടുക്കി പെറുക്കി വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുക, ഇതിന് മാത്രം അടുക്കി പെറുക്കാൻ എന്താ? അപ്പോൾ ഗീതുവിൻ്റെ മനസ്സിൽ ഗീതു പ്രണയം പറയാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. പക്ഷെ അത് ഗോവിന്ദ് അറിയുന്നുമില്ല. അതൊക്കെ സദ്യ വന്നിട്ട് പറയാമെന്ന് പറയുമ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് എന്നെ കൊണ്ടുവന്നതിൽ എന്തോ ഒരു പ്ലാനിങ് ഉണ്ടല്ലോ. നിൻ്റെ മുഖം നോക്കിയിട്ട് ഞാൻ അതെന്താണെന്ന് പറയട്ടെ എന്നൊക്കെ ഗോവിന്ദ് ചോദിക്കുന്ന സമയത്ത് ഗീതുവിന് ഭയങ്കര അത്ഭുതമാണ്. പറ, ഞാൻ സത്യം പറയാതെ അംഗീകരിക്കണം, തീർച്ചയായിട്ടും അംഗീകരിക്കാമെന്നൊക്കെ പറയും. അപ്പോൾ ഗീതു ചോദിക്കുന്നുണ്ട്, കണ്ണേട്ടന് മനസ്സറിയാനുള്ള കഴിവുണ്ടോ? കുറേയൊക്കെ മനസ്സിലാവും. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നാൽ പിന്നെ എൻ്റെ മനസ്സിലുള്ള കണ്ണേട്ടനോടുള്ള സ്നേഹം ഒന്ന് മനസ്സിലാക്കിയെടുത്താൽ എന്താ? എനിക്ക് ഇത്രമാത്രം കഷ്ടപ്പാടുണ്ടായിരുന്നോ? നിൻ്റെ മനസ്സിലിപ്പോൾ എന്താ ഉള്ളതെന്ന് ഞാൻ പറയട്ടെ. ഗീതു ഇങ്ങനെ വെയിറ്റിങ്ങിലാണ്. പറയുന്നത് സത്യമായിരിക്കണം. ഞാൻ നിൻ്റെ മനസ്സ് വായിച്ച് കൃത്യമായിട്ട് തന്നെ പറയും. അപ്പം നിഷേധിക്കരുത്. അപ്പോൾ ഗീതു പുഞ്ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, നിഷേധിക്കില്ല. നീ ഇപ്പം ചിന്തിക്കുന്നത്, ഗീതു ഇങ്ങനെ അക്ഷമയായിട്ട് വെയിറ്റ് ചെയ്യാണ്. കണ്ണേട്ടനോടുള്ള സ്നേഹം കണ്ണേട്ടനെ മനസ്സിലാക്കിയോ എന്നൊക്കെ വിചാരിച്ചിട്ടുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിലാണ്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, കിഷോറിനിട്ട് എങ്ങനെ പണി കൊടുക്കാമെന്നല്ലേ? അപ്പോൾ ഗീതു ആകെ കൂടെ കാറ്റുപോയ ബലൂണ് പോലെയായി. ഗീതു പറഞ്ഞു, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. ഹോ, ഇത്രയും വിദഗ്ധമായിട്ട് മനസ്സിലാക്കി കളഞ്ഞല്ലോ, വല്ലാത്തൊരു സിദ്ധി തന്നെ. അപ്പോൾ ഗോവിന്ദ് ഭയങ്കര വിജയിച്ച ഭാവത്തിൽ പറയും, ഇതൊക്കെ എന്ത്? അതിനിടയിൽ വെയിറ്റർ ഇല കൊണ്ടുവന്നിട്ട് അവരുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അപ്പം അതിനിടയിലേക്കാണ് ഒട്ടും പ്രതീക്ഷിക്കാത്ത ആ അതിഥിയുടെ കടന്നുവരവ്. അപ്പോൾ അവർക്ക് അടുത്തെത്തിയ സമയത്ത് ഗോവിന്ദിന് ഓപ്പോസിറ്റായിട്ട്, അതായത് ഗീതു കാണാത്ത രീതിയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗോവിന്ദ് വേഗം കൈയെടുത്ത് വിഷ് ചെയ്യാണ്, ഹായ്. അപ്പോൾ ഗീതു അത് കണ്ടിട്ട് തിരിഞ്ഞു നോക്കുന്ന സമയത്ത് തീരെ പ്രതീക്ഷിക്കാത്ത ആളായിരുന്നു. കാരണം രഞ്ജു ആയിരുന്നു മുന്നിലുണ്ടായിരുന്നത്. രഞ്ജു അപ്പോഴേക്കും ഗോവിന്ദിൻ്റെ വിഷിനെ തിരിച്ച് വിഷ് ചെയ്യാണ്, ഹായ്. അതിനുശേഷം ഗീതുവിനെ നോക്കിയിട്ടും അവരൊന്ന് വിഷ് ചെയ്യുന്ന രീതിയിൽ മുഖം കൊണ്ട് തലയാട്ടാണ്. അപ്പോൾ ഗീതു ആണെങ്കിൽ ഷോക്ക് അടിച്ചൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഗോവിന്ദ് രഞ്ജുവിനോട് ചോദിക്കുന്നുണ്ട്, ഇവിടെ എത്താൻ ബുദ്ധിമുട്ടിയോ? ലൊക്കേഷൻ അയച്ചു തന്നപ്പോൾ സ്ഥലം കണ്ടുപിടിക്കാൻ എളുപ്പമായി. അപ്പോൾ ഗീതു അതിശയത്തോടു കൂടി ഗോവിന്ദിനെ നോക്കുകയാണ്, ലൊക്കേഷൻ അയച്ചു കൊടുത്തതാണോ എന്നൊരർത്ഥത്തിൽ. അപ്പം ഗോവിന്ദ് പുഞ്ചിരിക്കുന്ന സമയത്ത് രഞ്ജു പറയുന്നതാണ്, ഞാൻ ഇതിനു മുമ്പ് ഈ ഹോട്ടലിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഗോവിന്ദ് പറയുന്നുണ്ട്, രഞ്ജു ഇരിക്ക്, ഊണ് പറയാം. അപ്പോൾ ഗീതു ഇങ്ങനെ നോക്കുകയാണ്, അവരും കൂടി അടുത്ത് ഇരിക്കുമോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രഞ്ജു പറയാണ്, വെറും ഊണല്ല, ഒരു സൽക്കാരം തന്നെ ഞാൻ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അതിനു മുമ്പ് ഒരു ചടങ്ങുണ്ട് എന്ന് പറഞ്ഞിട്ട് അവൾ ബാഗിലേക്ക് കൈയിട്ടിട്ടൊരു റോസാപ്പൂ എടുക്കുമ്പം ഗീതു ഒന്നുകൂടി അപ്സെറ്റ് ആവുകയാണ്. രഞ്ജു അത് ഗോവിന്ദിന് നേരെ നീട്ടുന്ന സമയത്ത് ഗോവിന്ദ് കുറച്ചു നേരം ഒന്ന് മടിച്ചതിന് ശേഷം അത് വാങ്ങിയിട്ട് ഇങ്ങനെ അതിശയത്തോടു കൂടി ആ റോസാപ്പൂവിലേക്ക് നോക്കുകയാണ്. അതിനുശേഷം അവൾ വന്നിട്ട് ഗോവിന്ദിൻ്റെ നെറ്റിയിലായിട്ട് ഒരു ഉമ്മ നൽകുകയാണ്. ഗീതു ആണെങ്കിൽ സഹിച്ചു നിൽക്കാവുന്നതിൻ്റെ മാക്സിമം പരിധിയിലാണ് അവിടെ നിൽക്കുന്നത്. കാരണം എന്തൊക്കെയോ പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിച്ച ആ ഒരു അവസ്ഥയിലാണ് ഗീതു ഉണ്ടായിരുന്നത്. അപ്പം നെറ്റിയിൽ കിസ് കൊടുത്തതിന് ശേഷം രഞ്ജു സ്നേഹത്തോടു കൂടി പറയാണ്, ഹാപ്പി ബർത്ത്ഡേ. അപ്പോഴേക്കും ഗോവിന്ദ് ശരിക്കും ത്രില്ലടിച്ചു പോവുകയാണ്, വണ്ടടിച്ചൊരവസ്ഥ. കാരണം ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഗീതു ആണെങ്കിൽ കരയണോ ചിരിക്കണോ എന്താ ചെയ്യേണ്ടതെന്ന് പോലും അറിയാത്തൊരവസ്ഥയിലും. അപ്പോൾ രഞ്ജുവിനോടായിട്ട് ഗോവിന്ദ് സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി പറയുന്നുണ്ട്, ഞാൻ പോലും മറന്ന് എൻ്റെ ജന്മദിനം ഓർമ്മിപ്പിച്ചതിന് താങ്ക്സ്. അപ്പോൾ രഞ്ജു മറുപടി കൊടുക്കുന്നുണ്ട്, ഇനി കൃത്യമായി എല്ലാം ഓർമ്മിപ്പിക്കാൻ ഞാൻ കൂടെ ഉണ്ടാവും. ഗോവിന്ദിനും അത് ഭയങ്കര ഒരു സന്തോഷമാവുകയാണ് ആ ഒരു വാക്ക് കേൾക്കുന്ന സമയത്ത്. അപ്പോഴേക്കും വെയിറ്റർ വന്നിട്ട് രഞ്ജുവിനോട് എക്സ്ക്യൂസ് മീ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് പറയാണ്. രഞ്ജു അവിടെ നിൽക്കുമ്പോഴേക്കും വെയിറ്റർ ഭക്ഷണങ്ങളൊക്കെ, അതായത് സദ്യയുടെ ഓരോ ഐറ്റങ്ങളും ഇലയിലേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുകയാണ്. ഗീതു ആണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബലൂണിൻ്റെ കാറ്റൊക്കെ പോയൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ്. രണ്ടുപേർക്കും ഇലയിൽ ഭക്ഷണം വിളമ്പുന്ന നോക്കി രഞ്ജു നിൽക്കുന്നുണ്ട്, ഗോവിന്ദും അത് കണ്ട് പുഞ്ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. പക്ഷേ ഗീതു ആകെ മൊത്തം തകർന്നൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അപ്പം വെയിറ്റർ ലാസ്റ്റ് ചോദിക്കുന്നുണ്ട്, പരിപ്പ് ഒഴിക്കട്ടെ മാഡം? അപ്പോൾ ഗീതു ഇങ്ങനെ നിസ്സഹായമായിട്ട് അയാളെ നോക്കുകയാണ്. അപ്പോൾ അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് ഒഴിക്കാം എന്ന് അയാളോട് പറഞ്ഞപ്പോഴേക്കും അയാൾ അവിടെ നിന്ന് പോവുകയാണ്. അപ്പം ഗീതു പെട്ടെന്ന് പറയുന്നുണ്ട്, ഗോവിന്ദേട്ട കഴിക്ക്. അപ്പോഴേക്കും ഗോവിന്ദ് വിളിക്കുകയാണ്, രഞ്ജു എന്ന് വിളിക്കുമ്പോഴേക്കും രഞ്ജു തിരിച്ച് മറുപടി കൊടുക്കുന്നുണ്ട്, ഗോവിന്ദേട്ടൻ ഇവിടെയാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ ഫുൾ ഫുഡും ഓർഡർ ചെയ്ത് കഴിഞ്ഞു, നമ്മുടെ ടേബിൾ അവിടെയാണ്, വാ നമുക്ക് അവിടെ പോയി ഇരിക്കാം. ഗീതുവിൻ്റെ ക്ഷമ മൊത്തം നശിച്ചിട്ടുണ്ടായിരുന്നു. ഗീതു ദേഷ്യത്തോടു കൂടി എഴുന്നേറ്റിട്ട് രഞ്ജുവിനോട് നേരെ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്തൊരു കോമൺ സെൻസ് ഇല്ലേ? അതിനുശേഷം ഗോവിന്ദാണെങ്കിലും പകച്ചു പോവുകയാണ് ഗീതുവിൻ്റെ സംസാരം കേൾക്കുന്ന സമയത്ത്. രഞ്ജു ഒന്നും മറുപടി ഒന്നും കൊടുക്കുന്നില്ല. അപ്പം ഗീതു എഴുന്നേറ്റ് വന്നിട്ട് രഞ്ജുവിൻ്റെ അടുത്തായിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയും ഭർത്താവും ഊണ് കഴിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണോ ഇദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് പോകുന്നത്? അപ്പം രഞ്ജു തിരിച്ചു ചോദിക്കുകയാണ്, ഭാര്യയാണെന്ന് വെറുതെ പറഞ്ഞിട്ടെന്താ കാര്യം? ഭർത്താവിൻ്റെ ബർത്ത്ഡേ പോലും ഓർത്തിരിക്കാൻ പറ്റിയില്ലല്ലോ. അപ്പോൾ ഗീതു തിരിച്ചു പറയുന്നുണ്ട്, ആര് പറഞ്ഞു ഓർത്തില്ലാന്ന്? കണ്ണേട്ടൻ്റെ ബർത്ത്ഡേക്ക് ഫ്ലവറും വാങ്ങി പിറന്നാൾ സദ്യ ഓർഡർ ചെയ്ത് അതിന് മുന്നിലേ ഇരിക്കുന്നത്. അപ്പോൾ ഗോവിന്ദ് ചോദിക്കുന്നുണ്ട്, എന്നിട്ട് ആ ഫ്ലവർ എന്തിയേ? അപ്പോൾ രഞ്ജു പറയും, വെറുതെ പിടിച്ചു നിൽക്കാൻ പറയുന്നത് ഗോവിന്ദേട്ടാ. അപ്പോൾ ഗീതു ദേഷ്യത്തോടു കൂടി പറയാം, എനിക്കങ്ങനെ കള്ളം പറയേണ്ട കാര്യമില്ല, ഞാനിപ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞ് ബാഗ് തുറക്കുകയാണ്.
അപ്പോൾ ബാഗിനകത്ത് ഫ്ലവർ ഉണ്ടായിരുന്നില്ല. ഗീതു ഇങ്ങനെ തപ്പിക്കൊണ്ടേ ഇരിക്കുകയാണ്. ഗോവിന്ദു അക്ഷമയോടെ കാത്തു നിൽക്കുകയാണ് ഗീതുവിൻ്റെ ബാഗിൽ നിന്ന് ഫ്ലവർ കിട്ടുമെന്ന് വിചാരിച്ചിട്ട്. രഞ്ജു ആണെങ്കിൽ പരിഹാസത്തോടെ പുച്ഛത്തോടെ ചിരിച്ചിട്ട് അവിടെ നിൽക്കുകയാണ്. അപ്പം ഗീതു ആലോചിക്കുകയാണ് അന്ന് ആ സമയത്ത് അവർണികയും കിഷോറും വന്ന സമയത്ത് ഫ്ലവർ കയ്യിൽ നിന്നും എറിഞ്ഞു കളഞ്ഞത്. ഗീതു സങ്കടത്തോടുകൂടി പറയാണ് ഫ്ലവർ കാണുന്നില്ല. അപ്പോൾ രഞ്ജു കളിയാക്കുന്നുണ്ട്. എങ്കിലത് ഫ്ലവർ ആയിരിക്കില്ല, ബട്ടർഫ്ലൈ ആയിരിക്കും, പറന്നു പോയി കാണും. ഗോവിന്ദും പെട്ടെന്നൊന്നും പറയാതെ തലതാഴ്ത്തി നിൽക്കുകയാണ്. അപ്പോഴേക്കും വേറൊരു വെയിറ്റർ വന്നിട്ട് പറയുന്നുണ്ട് രഞ്ജുവിനോടായിട്ട്, മാഡം ഓർഡർ ചെയ്ത ഫുഡ് ആ ഒരു ടേബിളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ രഞ്ജു പറയാണ് ഓക്കെ. ഗോവിന്ദേട്ടാ വരൂ എന്ന് പറഞ്ഞിട്ട് ഗോവിന്ദിൻ്റെ കൈ പിടിക്കുമ്പോഴേക്കും ഗോവിന്ദു എഴുന്നേൽക്കുകയാണ്. അപ്പോൾ ഗീതു സങ്കടത്തോടു കൂടി ഗോവിന്ദനോട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ ഈ സദ്യയോ? അപ്പോൾ ഗോവിന്ദു പറയാണ് ഇനി ഇവിടെ അവിയലും പഴവും പപ്പടമൊക്കെ വരാനില്ലേ? അപ്പോഴേക്കും രഞ്ജു ഓർഡർ ചെയ്ത ഫുഡ് ഒരു വാ കഴിച്ചിട്ട് ഞാൻ തിരിച്ചു വരാം, എന്നിട്ട് ഇവിടുന്ന് വയറ് നിറച്ചു സദ്യ കഴിക്കാം. വാ എന്നും പറഞ്ഞിട്ട് രഞ്ജു ഗോവിന്ദിനെ വലിച്ചുകൊണ്ട് പോവുകയാണ്. ഒന്നും ചെയ്യാനാവാതെ നിസ്സഹായതയോടെ നോക്കി നിൽക്കുകയാണ് ഗീതുവിൻ്റെ ചെയറിൽ ഇരിക്കുന്ന സമയത്ത് വീണ്ടും വേറെ വെയിറ്റർ വന്നിട്ട് ചോദിക്കുകയാണ്, പരിപ്പ് ഒഴിക്കാറായോ മാഡം? ഗീതുവിന് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. പരിപ്പ് ദേഷ്യം കടിച്ചു പിടിച്ചിട്ട് പറയാണ്, ഒഴിക്കാറായില്ല. ശരി മാഡം എന്നും പറഞ്ഞ അയാൾ പോവാണ്. ഗീതു കുറച്ച് വെള്ളം എടുത്ത് കുടിക്കുമ്പോഴേക്കും ഗോവിന്ദ് ശരിക്കും രഞ്ജുവിൻ്റെ ടേബിളിൽ എത്തിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ അവിടെ ഫുൾ നോൺ വെജിൻ്റെ ഒരു കലവറ തന്നെയായിരുന്നു. ഗോവിന്ദ് ഇങ്ങനെ അതിശയത്തോടു കൂടി നോക്കി നിൽക്കുകയാണ്. അപ്പോൾ ഗീതു തിരിഞ്ഞു നോക്കുകയാണ് അവരെന്താ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടി. കുറച്ചു നേരം നോക്കിയപ്പോൾ ഗീതു തന്നെ മനസ്സിലായിരിക്കും, അങ്ങനെ തിരിഞ്ഞു നോക്കുന്നത് മോശം. അപ്പോഴേക്കും രഞ്ജു ഗോവിന്ദിന് ഫുഡൊക്കെ സെർവ് ചെയ്യാണ്. ഗീതു പെട്ടെന്ന് തന്നെ ബാഗിൽ നിന്നും മൊബൈൽ ഫോൺ എടുത്തിട്ട് അതിലെ ക്യാമറ ഓണാക്കിയിട്ട് നോക്കാൻ ശ്രമിക്കുകയാണ്. തിരിച്ചും മറിച്ചൊക്കെ നോക്കുകയാണെങ്കിലും ക്ലിയർ കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കണം, ആദ്യമായിട്ട് രഞ്ജു അറക്കല്ല് വന്നൊരു രംഗം. ഇവിടേക്ക് എന്തിനാണ് നീ വന്നതെന്ന് ചോദിച്ചിട്ട് ഗോവിന്ദ് ചൂടായിട്ട് ചോദിക്കുന്ന സമയത്ത് ഇവിടേക്കല്ലാതെ ഞാൻ വേറെ എവിടേക്കാണ് പോകേണ്ടത് തിരിച്ച് രഞ്ജു ചോദിക്കുന്നുണ്ടായിരുന്നു. കഴിഞ്ഞ 16 വർഷങ്ങൾക്ക് ശേഷം എൻ്റെ കുടുംബത്തിലും എൻ്റെ ജീവിതത്തിലേക്കും വലിഞ്ഞു കയറി വന്നത് എന്തിനാണെന്ന് ചോദിച്ചത്. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, എനിക്ക് ഗോവിന്ദേട്ടനെ കാണണമെന്ന് തോന്നി, പഴയത് ചിലത് ഓർമ്മിപ്പിക്കാൻ. അതേപോലെ തന്നെ AGMൻ്റെ ഓഫീസിൽ വന്ന സമയത്ത് ഗോവിന്ദ് പറയുന്നുണ്ട്, നിൻ്റെ കാര്യത്തിൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വവും ഇല്ല. അപ്പോൾ രഞ്ജു പറയുന്നുണ്ട്, പഴയതെല്ലാം മറന്ന് എന്നെ സ്വീകരിക്കണം. അറക്കൽ കുടുംബത്തിൽ എന്ത് അവകാശമാണ് നിനക്കുള്ളത്? നിൻ്റെ അമ്മയോടൊപ്പം ചേർന്ന് അറക്കൽ കുടുംബത്തിൻ്റെ ആണിക്കല്ല് ഇളക്കാൻ നോക്കിയ നിനക്ക് അറക്കൽ കുടുംബത്തിൽ എന്ത് അവകാശമുള്ളത് എന്നൊക്കെ ഗോവിന്ദ് അന്ന് ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗീതു ആലോചിക്കുകയാണ്, ഇവരന്ന് ശത്രുക്കളെ പോലെ പരസ്പരം കടിച്ചു കീറാൻ നിൽക്കുമായിരുന്നല്ലോ, പിന്നെ എങ്ങനെ ഇത്ര പെട്ടെന്ന് അടുപ്പത്തിലായി? ഗീതുവിന് ആകെ കൂടെ തല പെരിക്കുന്നുണ്ടായിരുന്നു. അവരാണെങ്കിൽ നല്ല സ്നേഹത്തോടു കൂടിയാണ് പരസ്പരം ഭക്ഷണമൊക്കെ കഴിക്കുകയും സംസാരിക്കുകയും പൊട്ടിച്ചിരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗീതു വീണ്ടും ഫോൺ എടുത്ത് നോക്കുകയാണ്. പക്ഷെ ഒന്നും ക്ലിയർ ഉണ്ടായിരുന്നില്ല. ശരിക്കും കാണാനും പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യം പിടിക്കുകയാണ്. അങ്ങനെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തോന്നി ബാഗ് താഴത്തേക്ക് തട്ടിയിട്ട് അത് എടുക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ തിരിഞ്ഞു നോക്കാമല്ലോ. അങ്ങനെ ബാഗ് നിലത്തേക്ക് തട്ടിയിട്ടിട്ട് അവിടെ നിലത്തിരുന്നിട്ട് നോക്കുകയാണ്. അപ്പോൾ അവർ രണ്ടുപേരും ഇങ്ങനെ സ്നേഹത്തോടു കൂടി ഭക്ഷണങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നതൊക്കെ കാണുമ്പോൾ ഗീതുവിനിങ്ങനെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ബാഗ് എടുത്തിട്ട് നിവർന്നു നിന്നതിന് ശേഷം ഗീതു വീണ്ടും നോക്കുകയാണ് അവരെ തന്നെ. അപ്പം ഗീതു മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, ഇതെന്തായാലും അങ്ങനെ വെറും ഒരു സൗഹൃദമല്ല. അപ്പം ഗോവിന്ദ് ഗീതുവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഒരു 5 മിനിറ്റ് ഇപ്പോൾ വരാം. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കണം, വരണ്ട, അവിടെ തന്നെ ഇരുന്നോ, എന്നിട്ട് അവൾക്ക് വിളമ്പി കൊടുക്ക്. അപ്പോൾ ഗോവിന്ദ് വീണ്ടും അതുപോലെ തന്നെ പഴയ പോലെ തന്നെ സ്നേഹത്തോടു കൂടി രഞ്ജുവിന് ഭക്ഷണം വിളമ്പി കൊടുക്കുകയും അവർ പരസ്പരം സ്നേഹത്തോടെ സംസാരിക്കുകയും പുഞ്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇതൊക്കെ ഞാൻ കാണിച്ചതിനുള്ള തിരിച്ചടികളാണ്. അതായത് ബാംഗ്ലൂർ വെച്ചിട്ട് കിഷോറിൻ്റെ കൂടെ ഇരിക്കുന്നിട്ട് ഗോവിന്ദ് തൊട്ട് മുന്നിൽ തന്നെ ഇരിക്കുന്നുണ്ട് ഒരു സീറ്റിൽ തന്നെ. അപ്പം കിഷോർ ഗീതുവിൻ്റെ കൈകൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയുകയാണ്, നിന്നോടൊപ്പം കുറച്ച് സമയം തനിച്ച് സംസാരിച്ചിരിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഗീതു സ്നേഹത്തോടു കൂടി പറയുന്നുണ്ട്, അതിനെന്താ, എന്തായാലും ഓർഡർ ചെയ്ത ഫുഡ് വരാൻ 15 മിനിറ്റ് എടുക്കും. അപ്പോൾ കിഷോർ ഗോവിന്ദിനെ ഇങ്ങനെ കണ്ണുകൊണ്ട് നോക്കിയിട്ട് ഗീതുവിനോട് പറയുകയാണ്, നമുക്ക് മാത്രമായിട്ട് സംസാരിക്കാനുണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അതായത് അന്നൊരു ബഫൂണിനെ പോലെ ഗോവിന്ദ് മുന്നിൽ ഇരുന്നിട്ടുണ്ടായിരുന്നു ആ ചെയറിൽ. അപ്പം ഗീതു മനസ്സിലിപ്പോൾ ചിന്തിക്കുകയാണ്, അതിനുള്ള ശിക്ഷയാണ് ഞാൻ ഈ അനുഭവിക്കുന്നത്. അന്ന് കണ്ണേട്ടൻ എത്രമാത്രം വിഷമിച്ചിട്ടുണ്ടാവും. സ്വന്തം ഭാര്യ കാമുകനോടൊപ്പം ഇരുന്ന് പ്രണയസല്ലാപം നടത്തുന്നു, അതെങ്ങനെ കണ്ടിരിക്കാൻ പറ്റും? ആ ഒരു അവസ്ഥ എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. ഗീതുവിൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരുന്നുണ്ടായിരുന്നു. ഗീതു വീണ്ടും അവരെ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് അവർ സ്നേഹത്തോടു കൂടി അതുപോലെ തന്നെ ഭക്ഷണങ്ങളൊക്കെ കഴിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാണ്. അപ്പോൾ ഗീതു ദേഷ്യത്തോടു കൂടി ഗോവിന്ദ് ഇരുന്ന് ആ ചെയറിലേക്ക് ഇരിക്കുകയാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, അതിന് കണ്ണേട്ടനൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ലല്ലോ, അന്നും ഇന്നും ഈ മനുഷ്യൻ എന്നോട് സ്നേഹമില്ലല്ലോ. അങ്ങനെയാണോ ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ? കണ്ണേട്ടനെ നഷ്ടപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാനേ വയ്യ. ഗീതു ഇങ്ങനെ സങ്കടത്തോടു കൂടി ആലോചിക്കുകയാണ്. ഞാൻ അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടെന്ന് ഈ കണ്ണേട്ടൻ എന്താ മനസ്സിലാക്കാത്തേ? വീണ്ടും രഞ്ജുവിനെ നോക്കിക്കൊണ്ട് ഗീതു പിറുപിറുക്കുകയാണ്. ഇങ്ങനെ ഒരുത്തി ഇടയിലുള്ളത് കൊണ്ടാണ് കണ്ണേട്ടൻ എന്നോട് അകലം പാലിക്കുന്നത്. ഇവള് ശരിക്കും ആരാ? എൻ്റെ മുൻപിൽ വെച്ചിട്ട് ഉമ്മ വെക്കണമെങ്കിൽ നിസ്സാരക്കാരിയല്ല. ഭാര്യ എന്ന അവകാശം വെച്ച് അവളുടെ കവിളടിച്ച് പൊട്ടിക്കണമായിരുന്നു. അവരെ നോക്കിക്കൊണ്ടാണ് ഗീതു ഇങ്ങനെ ഓരോന്ന് പറയുന്നത്. അപ്പോഴേക്കും ഗോവിന്ദ് ടിഷ്യൂ എടുത്തിട്ട് രഞ്ജുവിൻ്റെ കവിളിലുണ്ടായിരുന്ന എന്തോ വേസ്റ്റൊക്കെ തുടച്ചു കൊടുക്കുന്നതാണ് കാണുന്നത്. അത് കാണുമ്പോൾ ഗീതു പിറുപിറുക്കുകയാണ്. ഞാൻ അടി കൊടുത്താലും ഈ മനുഷ്യൻ തലോടി ആശ്വസിപ്പിച്ചേനെ. അപ്പോഴേക്കും ഗോവിന്ദ് എഴുന്നേറ്റിട്ട് രഞ്ജുവിനെ ചേർത്ത് പിടിച്ചിട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഗീതുവും പെട്ടെന്ന് എഴുന്നേറ്റിട്ട് മനസ്സിൽ വിചാരിക്കും, അല്ല കണ്ണേട്ടന് അവളെയും കൊണ്ട് ഇത് എങ്ങോട്ടാ?
ഞാനിവിടെ ഇരിക്കുന്ന കാര്യം മറന്നോ എന്ന് പറഞ്ഞ് പിന്നാലെ പോകാൻ നോക്കുകയാണ്. അപ്പോഴേക്കും അവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ഗീതു അത് നോക്കി നിൽക്കുന്ന സമയത്ത് വെയിറ്റർ വീണ്ടും വന്ന് ചോദിക്കുകയാണ്, മാഡം പരിപ്പൊഴിക്കട്ടെ? ഗീതു ദേഷ്യം കൊണ്ട് അയാളിങ്ങനെ നോക്കുകയാണ്. ആ ദേഷ്യം മൊത്തം അയാളെടുത്ത് തീർക്കുകയാണ്. ഒഴിക്ക്, മൊത്തം ഇങ്ങോട്ടേക്ക് ഒഴിക്ക്, എന്നിട്ട് താൻ ഇവിടെ ഇരുന്നിട്ട് ഈ സദ്യ വെട്ടി വിഴുങ്ങി തിന്ന്. എന്നിട്ട് ബാഗും ഫോണും എടുത്തേക്ക് പുറത്തേക്ക് നടക്കുമ്പോൾ ഗീതു പിറുപിറുക്കുകയാണ്. ഇപ്പം തന്നെ എൻ്റെ പരിപ്പ് ഇളകിയിരിക്കുക. ഗീതു പുറത്തേക്ക് ഇറങ്ങി വരുമ്പോഴേക്കും കാണുന്ന കാഴ്ച എന്താ വെച്ചാൽ, രഞ്ജുവിനെ മുൻസീറ്റിലേക്ക് ഇരുത്തിയിട്ട് ചേർത്ത് പിടിച്ചിട്ട് കൊണ്ടുപോയി ഇരുത്തിയിട്ട് ഗോവിന്ദ് ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിട്ട് കാർ ഓടിക്കാൻ വേണ്ടി പോവുകയാണ്. ഗീതു ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. പെട്ടെന്ന് ഗീതു ഒരു ഓർമ്മയിൽ നിന്നാണ് ഉണർത്ത പോലെ വിളിക്കുന്നുണ്ട്, കണ്ണേട്ടാന്ന് പറഞ്ഞിട്ട് കാറിൻ്റെ പിന്നാലെ പോവുകയാണ്. പക്ഷെ അതൊന്നും കേൾക്കാതെ ഗോവിന്ദ് കാർ ഓടിച്ചിട്ട് പോവുകയാണ്. ഗീതു ഇങ്ങനെ നിസ്സഹായിട്ട് അത്രയും സങ്കടം സഹിക്കാൻ വയ്യാതെ അവിടെ നിൽക്കുകയാണ്. എന്നിട്ട് സ്വയം മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നെക്കാളും പ്രിയപ്പെട്ടതാണോ കണ്ണേട്ടൻ അവള്? അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പെരുവഴിയിൽ നിർത്തിയിട്ട് പോവില്ലല്ലോ. ഗീതു ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. ഗീതു സ്വയം വിചാരിക്കുകയാണ്, എൻ്റെ സ്നേഹം വെറുതെ ആയിപ്പോയോ? അതിനുശേഷം ദേഷ്യത്തോടെ വിചാരിക്കുക, എന്നെ അങ്ങനെ ഇവിടെ തേച്ചൊട്ടിച്ച് നിർത്തിയിട്ട് കണ്ണേട്ടൻ അവളുടെ കൂടെ അങ്ങനെ സുഖയാത്ര നടത്തണ്ട. എന്നിട്ട് വേഗം ബാഗിൽ നിന്നും ഫോൺ എടുത്തിട്ട് ഗോവിന്ദനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കോൾ എടുക്കാതിരിക്കുന്നപ്പോൾ ഗീതു വിചാരിക്കുന്നുണ്ട്, അവരുടെ സല്ലാപത്തിനിടയിൽ എൻ്റെ കോൾ എടുക്കാൻ സാധ്യതയില്ല, സ്വസ്ഥത കൊടുക്കാത്ത രീതിയിൽ വിളിച്ചുകൊണ്ടേയിരിക്കാം എന്ന് പറഞ്ഞ് കൂടെ വിളിക്കുകയാണ്. എന്നിട്ട് ഗീതു തന്നെ വിചാരിക്കുന്നുണ്ട്, ഇനിയിപ്പോൾ എൻ്റെ കോൾ എടുക്കാൻ അവൾ സമ്മതിക്കാനിട്ടാണെങ്കിലോ? എന്നിട്ട് ഇങ്ങനെ വീണ്ടും വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ ഗീതു മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ഇനി എൻ്റെ കണ്ണേട്ടനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്താ എടുക്കാത്തേ എന്നൊക്കെ പറഞ്ഞ് ഗീതു ഇങ്ങനെ അസ്വസ്ഥയാവുകയാണ്. അപ്പോഴേക്കും അകത്ത് നിന്നും വെയിറ്റർ വന്നിട്ട് ഗീതുവിനെ വിളിക്കുകയാണ്, മാഡം സാറിൻ്റെ ഫോണല്ലേ ഇത്? മാഡം ഇരുന്ന ടേബിളിൽ നിന്നും കിട്ടിയതാ. ഗീതു വീണ്ടും ആകെ കൂടെ ഷോക്ക്ഡ് ആവുകയാണ്. കയ്യിലിരിക്കുന്ന ആ ഫോണിൽ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നിട്ട് വിചാരിക്കുന്നുണ്ട്, അവളെ കണ്ടപ്പോൾ കണ്ണേട്ടൻ മറ്റെല്ലാം മറന്നു, ഇങ്ങനെ പോയാൽ എന്നെയും എന്ന് പറഞ്ഞിട്ട് ഗീതു ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അതിനുശേഷം രണ്ടും കൽപ്പിച്ചിട്ട് എന്ന പോലെ ആ പൊരി വെയിലത്ത് ഗീതു ഇറങ്ങി നടക്കുകയാണ്. അപ്പോഴൊക്കെ രഞ്ജു ആ പൂവ് കൊടുത്തതും ഗോവിന്ദൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചതും ഒക്കെയാണ് മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒരു ദേഷ്യത്തിൽ കരഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് ഫോൺ ബെല്ലടിയുന്നത്. എടുത്തു നോക്കുന്ന സമയത്ത് വിജയലക്ഷ്മിയാണ്. ആ ഒരു ദേഷ്യത്തോട് തന്നെയാണ് ഫോൺ എടുക്കുന്നത്. ഹലോ. അപ്പം വിജയലക്ഷ്മി ചിരിച്ചുകൊണ്ട് ചോദിക്കുന്നുണ്ട്, ഹലോ, എന്താണ് മാഡം, ഒരു വിവരവും ഇല്ലല്ലോ. എന്താ നിന്റെ കള്ളക്കണ്ണന് സർപ്രൈസ് കൊടുത്തോ? പുഞ്ചിരിച്ചുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം കരഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്ന ഗീതു ആ ശബ്ദത്തോടു കൂടി തന്നെയാണ് പറയുന്നത്, അങ്ങേരുന്നേ എനിക്ക് ആ സർപ്രൈസ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വിജയലക്ഷ്മിക്ക് മനസ്സിലായി എന്തോ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്ന്. അപ്പം ചോദിക്കുകയാണ്, ഗീതു നിന്റെ ശബ്ദം എന്താ വല്ലാതിരിക്കുന്നേ? അപ്പോൾ ഗീതു തിരിച്ചു ചോദിക്കുകയാണ്, ഭർത്താവ് റെസ്റ്റോറൻറ്റിൽ എന്നെ ഉപേക്ഷിച്ചിട്ട് പോയാൽ ഞാൻ പിന്നെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണോ? ഗീതു, നീയും ഗോവിന്ദും തമ്മിൽ വഴക്കിട്ടോ? എന്താ പ്രശ്നം? ഗീതു ഒന്നും പറയുന്നില്ല. അപ്പോൾ വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്, ഗീതു മോളെ നീ ഇപ്പോൾ എവിടെയാ? ഞാൻ വീട്ടിലേക്ക് നടക്കുക, എന്താ മനുഷ്യർക്ക് നടക്കാൻ പാടില്ലേ എന്ന് ചോദിച്ച് ഗീതു അതേപോലെ തന്നെ ആ വെയിലത്ത് നടക്കുകയാണ്. നീ എവിടെയാന്ന് പറ, ഞാൻ കാർ എടുത്തിട്ട് അങ്ങോട്ട് വരാം. അപ്പോൾ ഗീതു ദേഷ്യത്തോടു കൂടി പറയുന്നുണ്ട്, 1000 കോടിയുടെ ടേൺ ഓവറുള്ള AGMൻ്റെ വൈസ് ചെയർമാനാണ് ഞാൻ വിചാരിച്ച ഒന്നല്ല 1000 കാറുകൾ ഇപ്പോൾ ഇവിടെ വരും. മനഃപൂർവ്വം നടക്കുക, ഇനിയും നടക്കും, എൻ്റെ കാല് പൊട്ടി ചോര വരുന്നത് വരെ നടക്കും. അപ്പോൾ വിജയലക്ഷ്മി കുറച്ച് പേടിയോടുകൂടി തന്നെ പറയുന്നുണ്ട്, നിൻ്റെ സംസാരം കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു. ബാംഗ്ലൂരിലുള്ള നിൻ്റെ ആ നടത്തമുണ്ടല്ലോ, അതാ എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത്. മോളെ എന്താ പ്രശ്നം? ഗീതു എന്താ പ്രശ്നം എന്ന് പറ, അമ്മയാണ് പറയുന്നത്, മോളെ പറ എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ഗീതു അവിടെ സ്റ്റക്കാവുകയാണ്. അപ്പോൾ വീണ്ടും വിജയലക്ഷ്മി പറയുന്നുണ്ട്, പ്ലീസ് മോളെ എന്താ പ്രശ്നം എന്ന് പറ. അപ്പോൾ ഗീതു കരഞ്ഞുകൊണ്ട് തന്നെ പറയാണ്, അമ്മ വന്നാലും ഞാൻ കാറിൽ കയറില്ല, ഉള്ളിലെ തീ അണയും വരെ എനിക്ക് നടക്കണം എന്ന് പറഞ്ഞ് ഗീതു വീണ്ടും നടക്കുകയാണ്. എന്നിട്ട് സങ്കടത്തോടു കൂടി വീണ്ടും പറയുന്നുണ്ട്, എന്നെ കൊല്ലാൻ രാധികാമ്മ ഇന്ന് ആളെ വിട്ടിട്ടുണ്ടെങ്കിൽ അവർ വരട്ടെ, എന്നെ കൊന്നിട്ട് പോട്ടെ, എനിക്ക് ജീവിക്കാൻ വലിയ ആഗ്രഹമൊന്നുമില്ല, ഇന്നെന്നെ ഇല്ലാതാക്കാൻ അവർക്ക് എളുപ്പാ, പാതി ചത്തിരിക്കുക ഞാൻ. എന്നിട്ട് കോള് കട്ട് ചെയ്തിട്ട് വീണ്ടും നടക്കുകയാണ് കരഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ഗീതു ഞാൻ എന്ന് വിജയലക്ഷ്മി പറയുകയാണെങ്കിലും അവർ നോക്കുമ്പോഴേക്കും കോള് കട്ടായിട്ടുണ്ട്. ഗീതു അതേപോലെ തന്നെ ആ നടത്തം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിജയലക്ഷ്മി വിചാരിക്കുന്നുണ്ട്, എന്താ അവൾക്ക് സംഭവിച്ചത്? കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം വിജയലക്ഷ്മി വേഗം പുറത്തിറങ്ങിയിട്ട് ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറയാണ്. എങ്ങോട്ടാ മാഡം ചോദിക്കുന്ന സമയത്ത്, പോവാം, വണ്ടി എടുക്ക്. ഗീതുവിനെ അന്വേഷിച്ചുള്ള അവരെ യാത്ര തുടരുകയാണ്. അതേസമയം ഗീതുവിൻ്റെ അമ്മയുടെ വീട്ടിലേക്ക്, അതായത് ഗീതുവിൻ്റെ വീട്ടിലേക്ക് കോളിംഗ് ബെൽ അടിച്ചുകൊണ്ട് ഭദ്രം വന്ന് നിൽക്കുകയാണ്. ഭദ്രം പുഞ്ചിരിച്ചുകൊണ്ട് വിലാസിനി വാതിൽ തുറന്ന സമയത്ത് അവിടെ നിൽക്കുകയാണ്. വിലാസിനി ഇത് കണ്ടോ എന്നും പറഞ്ഞ് 2 കയ്യിലുള്ള കവറൊക്കെ കാണിക്കുകയാണ്. അപ്പോൾ വിലാസിനി അതിശയത്തോടു കൂടി നോക്കുകയാണ്. അപ്പോഴേക്കും കിഷോറിനെ വിളിച്ചുകൊണ്ടാണ് അയാൾ അവിടെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം കിഷോർ പുഞ്ചിരിച്ചുകൊണ്ട് നല്ല സ്നേഹത്തോട് ചിരിച്ചുകൊണ്ട് അകത്തേക്ക് വരികയാണ്. അപ്പോൾ വിലാസിനി ഇങ്ങനെ ദേഷ്യത്തോടു കൂടി കിഷോറിനെ നോക്കുന്നുണ്ട്. ഭദ്രനാണെങ്കിൽ ചിരിച്ചുകൊണ്ടാണ് നോക്കുന്നത്. അപ്പോൾ ഭദ്രൻ വീണ്ടും കിഷോറിനെ നോക്കി ചിരിച്ചുകൊണ്ട് വിലാസിനോട് പറയാണ്, ഇത് കണ്ടോ? വിലാസിന് ദേഷ്യത്തോടു കൂടി ചോദിക്കും, ഇതെന്താ? ഇതൊക്കെ ഗിഫ്റ്റാടി, നമ്മുടെ കിഷോർ മോൻ്റെ സമ്മാനം. അപ്പോൾ ഭദ്രനെ വലിച്ചിട്ട് മാറ്റിയിട്ട് ശേഷം വിലാസിനെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ ഇവനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ? നീ എന്താടി ഇവൻ എന്നൊക്കെ പറയുന്നത്? ഇവനിപ്പം നമ്മുടെ സ്വന്തമാ.
അപ്പോൾ കിഷോർ വിലാസിനെ നോക്കിയിട്ട് പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ ഭദ്രൻ പറയുന്നുണ്ട്, എനിക്ക് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായ മരുമകളുണ്ട്, മകളുണ്ട്. പക്ഷെ അവരാരും എന്നെ സഹായിക്കാൻ വരാതിരുന്നപ്പോഴേ എനിക്ക് സഹായത്തിന് ഇവനേ ഉണ്ടായിരുന്നുള്ളൂ. ഇവൻ തങ്കമാ, അതറിയാൻ നമ്മൾ വൈകിപ്പോയി. അപ്പോൾ വിലാസിന് ദേഷ്യത്തോടു കൂടി ചോദിക്കുന്നുണ്ട്, ഇവൻ എന്ത് തങ്കപ്പെട്ട കാര്യമാണ് നിങ്ങൾക്ക് ചെയ്തു തന്നത്? ഇവനല്ലടി വക്കീലിനെ ഏർപ്പാടാക്കി തന്നത്. അപ്പോൾ കിഷോർ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എനിക്ക് കിഷോറിൻ്റെ കളികൾ തന്നെ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. എന്തായാലും പുതിയ എപ്പിസോഡിൻ്റെ കഥവിശേഷങ്ങളായിട്ട് നാളെ കാണാം. അതുവരേക്കും ബൈ.